കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിനുണ്ടായ കടുത്ത അപമാനത്തെക്കുറിച്ച് അത് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായി കാണുന്നതായ അദ്ദേഹത്തെ കാണുന്നുണ്ടോ എന്നറിയില്ല, അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ടുണ്ടായ ആ സൗഹൃദത്തെ, ആ ഷെയ്ഖ് ഹാൻഡ് കെട്ടിപ്പിടുത്തം, ഇതെല്ലാം നമ്മളൊക്കെ കണ്ടതാണ്. ആ രാജ്യത്തു നിന്നാണ് ഇത്രയും വളരെ മ്ലേച്ഛമായ മൃഗീയമായ ഒരു നടപടി ഇന്ത്യക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്ര ഒരു നടപടി ഇത്ര സുഹൃത്തുക്കളായ നേതാക്കൾക്കിടയിൽ ഉണ്ടാകണമെന്ന് വരിയിൽ ഈ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ചക്കക്കുരുവിൻ്റെ വില പോലും കൊടുത്തിട്ടില്ല എന്ന് തോന്നും വിധമാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അവിടുന്ന് 140 വ്യക്തികളെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്ന ഒരു ചടങ്ങാണ്. സത്യത്തിൽ ഒരു മൃഗത്തെ പോലും, ഒരു പട്ടിയെ പോലും ഇത്രയും ചെങ്ങലയ്ക്ക് ബന്ധിച്ച് ഇത്ര മ്ലേച്ഛമായ രൂപത്തിൽ അവർ ഈ പ്ലെയിനിൽ കയറ്റിക്കൊണ്ട് വരത്തില്ല. അത്രയ്ക്ക് മൃഗീയമായിട്ടാണ്, മ്ലേച്ഛമായിട്ടാണ്, അപമാനിതരായിട്ടാണ് അവരെ കയറ്റി ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് പോയത്. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മിണ്ടാൻ വായിൽ നാക്കില്ല. ഒരക്ഷരം മിണ്ടാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. വിദേശകാര്യ മന്ത്രി ന്യായീകരിക്കുന്നു, മൗനി ബാബ മൗനിയായിരിക്കുന്നു. എന്തൊരു ചാട്ടമായിരുന്നു! ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകാനിരിക്കുമ്പോഴാണ്, അമേരിക്കയിൽ പോയി ഇനിയും ട്രംപിനെ കെട്ടിപ്പിടിക്കാനിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ ജനങ്ങളെ ഇത്ര കണ്ട് അപമാനിച്ചുകൊണ്ട്, ഇവിടുത്തെ ജനങ്ങളെ മാത്രമല്ല ഈ കെട്ടിപ്പിടിക്കാൻ പോണ വ്യക്തിയെ തന്നെ ഇത്ര കണ്ട് അപമാനിച്ചുകൊണ്ട് ഈ ഒരു നടപടി ട്രംപ് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, എത്ര കണ്ട് അപമാനമാണ്. ഇവിടെ എന്താ പറയുന്നത്? ലോകത്ത് 3ാം ശക്തിയായി ഞങ്ങൾ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. ആദ്യം പറഞ്ഞ 5ആണ്, ഇപ്പം 3ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം പുള്ളിക്ക് തോന്നുന്നുണ്ട് പുള്ളി ലോകത്ത് ഏറ്റവും വലിയ വമ്പൻ നേതാവാണെന്ന് തോന്നിയിട്ടിരിക്കുമ്പോഴാണ് ദേ കിടക്കുന്ന പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ട്രംപ് പള്ളക്കൊരു കുത്തു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എത്ര അപമാനകരമായ ഒരു അനുഭവമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും. അതേസമയം മെക്സിക്കോയിലെ ജനങ്ങളെ അമേരിക്കയിൽ നിന്ന് ഇതുപോലെ തന്നെ നാട് കടത്താൻ ശ്രമിച്ചു. അവരുടെ സൈനിക വിമാനത്തിൽ കൊണ്ട് ഇറക്കാൻ ശ്രമിച്ചിട്ട് മെക്സിക്കൻ പ്രസിഡന്റ് അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി പോലും കൊടുത്തില്ല. എന്നിട്ട് ചാർട്ടേഡ് വിമാനത്തിൽ മാന്യമായിട്ട് അവരുടെ ജനങ്ങളെ കൊണ്ട് മെക്സിക്കോയിൽ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം ട്രംപിനെ പേടിക്കേണ്ടവരെ പേടിയുണ്ട്. ഇവിടെ പേടിക്കാനൊന്നുമില്ല, അത്രയ്ക്കുള്ള വിലയെ കൽപ്പിക്കുന്നുള്ളൂ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനു മുൻപും അമേരിക്കയായിട്ട് ഒരു 2 കാര്യങ്ങളിൽ അന്നത്തെ ഭരണാധികാരികൾ ശക്തമായ നിലപാട് സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ യുദ്ധം നടന്ന സമയത്താണ്. 7ാം കപ്പൽപ്പട, ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് കപ്പൽപ്പട അവരുടേതാണ്, അമേരിക്ക. അതിവിടെ കടലിലിറക്കി. അപ്പോഴും ഇന്ദിരാഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. അത് കണ്ടുകൊണ്ട് പേടിച്ചിരിക്കുകയല്ല ചെയ്തത്. വേഗം എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. പോയില്ല, കൊണ്ടുപോകാൻ ഈ സാധനം ഇവിടെ കാണത്തില്ലെന്ന്. കൊണ്ടുപോയി അമേരിക്ക അവരുടെ 7ാം കപ്പൽപ്പടയെ. എന്താ കാര്യം? പേടിയുണ്ട്. അതിനുശേഷം ഉണ്ടായല്ലോ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്തല്ലേ നമ്മുടെ ഒരു നയതന്ത്രജ്ഞയെ അവരുടെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തല്ലോ. അവരുടെ സെർവൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തോ ക്ലിയർ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ചെയ്തത്. പക്ഷേ വലിയ വിഷയമായി. അതിന് നടപടി എന്താ എടുത്ത മൻമോഹൻ സിംഗ്? ഇവിടെ ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയിലെ കൊടുത്തിരുന്ന ID കാർഡ് അടക്കം മൊത്തം തിരിച്ചു വാങ്ങി അവർക്കുള്ള സകല പ്രൊട്ടക്ഷനും മാറ്റിക്കളഞ്ഞു. ഇങ്ങേറ്റം കള്ള് പോലും അവിടേക്ക് കയറ്റുന്നതിനുള്ള പെർമിഷൻ പോലും എടുത്ത് ഊരോട്ട് കളഞ്ഞു. അതിനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായി ഈ കളി ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നയതന്ത്രജ്ഞയെ അവിടുന്ന് തിരിച്ചു വിടുകയും ചെയ്തു. അവരെ പിന്നീട് നമ്മൾ യുനെസ്കോയിലോട്ടങ്ങാണ്ട് വിടുകയും ചെയ്തു. അങ്ങനെയോട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണേലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ രണ്ടും ആർജവത്തോടെ, അഭിമാനത്തോടെ ചെയ്തിരുന്ന വ്യക്തിപ്രഭാവമുള്ളവരായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇന്നിപ്പം ഒരു ഇത്ര കണ്ട അപമാനം സഹിച്ചിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ മുഖം താത്തിരിക്കുന്നൊരു പ്രധാനമന്ത്രിയാണ് നമ്മളൊക്കെ കാണുന്നത്.
ഈ രാജ്യത്തിന് അപമാനമാണ്. അങ്ങേയറ്റം 141 കോടിയായല്ലോ ഇന്ത്യൻ ജനത. താങ്കൾ തന്നെ പറയുന്നു ലോകത്ത് 3-ാം ശക്തിയായി 5-ാം ശക്തിയായി എന്നൊക്കെ. എന്നിട്ട് എന്തേ ഒരു ചക്കക്കുരുവിൻ്റെ വിലയെങ്കിലും നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. താങ്കൾക്ക് അപമാനമില്ലായിരിക്കാം, പക്ഷേ ഇന്ത്യക്ക് അപമാനമാണ്. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക്, പൗരന്മാർക്ക് അപമാനമാണ് ഈ ഒരു നടപടി. ഇതിന് തക്കതായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. മുൻ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിഞ്ഞതുപോലെ അല്ലെങ്കിലും എന്തെങ്കിലും ചെയ്യാനൊരു ആർജവം ഇന്ത്യൻ ഭരണകൂടത്തിന് ഉണ്ടാവണം എന്നാണ് ഇവിടുത്തെ നിഷ്പക്ഷമതികളായ എല്ലാ ജനങ്ങളോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം.